ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടത്തി കൊല്ലത്തെ കടയ്ക്കൽ ദേവീക്ഷേത്രം ഉപദേശക സമിതി. സഹസ്ര സരോവർ പദ്ധതി പ്രകാരം ക്ഷേത്രക്കുളം നവീകരണത്തിന് അനുവദിച്ച 1,50,00,000 രൂപ ചെലവഴിച്ചതിലാണ് അഴിമതി. ക്ഷേത്രക്കുളം നവീകരണത്തിനായി സിപിഎം നിയന്ത്രണത്തിലുള്ള ഉപദേശക സമിതി ഭക്തജനങ്ങളിൽ നിന്നും നടത്തിയ പണപ്പിരിവിലും ക്രമക്കേട് നടന്നതായി ആരോപണമുണ്ട്. 2 മാസം മുമ്പാണ് കേന്ദ്ര പദ്ധതി പ്രകാരം ക്ഷേത്രക്കുളം നവീകരണത്തിന് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് പണം അനുവദിക്കുന്നത്. കുളത്തിന്റെ 4 വശവും കെട്ടി സംരക്ഷിക്കുന്നതിനാണ് ഇത്രയും തുക വകയിരുത്തിയതും. ഇതിനു പിന്നാലെ കരാർ ലഭിച്ച KLDCയുടെ നേതൃത്വത്തിൽ കുളം വറ്റിക്കുകയും ചെയ്തു. എന്നാൽ ഏറെ പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര ഉത്സവം അടുത്തിരിക്കെ ഇപ്പോൾ അനുവദിച്ച തുക തികയില്ലെന്നും അതിനാൽ 2 വശം മാത്രം കെട്ടുകയോ അല്ലെങ്കിൽ പകുതി പണി ചെയ്യുകയോ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുമാണ് ഉപദേശക സമിതിയുടെ വാദം. എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രവൃത്തികൾക്ക് ഇതിന്റെ പകുതി പണം മാത്രം മതിയെന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ പോലും സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള ഉപദേശക സമിതിയുടെ ക്രമക്കേട് വ്യക്തമാകുന്നത്. ക്ഷേത്രക്കുളം പുനരുദ്ധാരണം കോടിക്കണക്കിന് രൂപ പിരിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒന്നും കണക്ക് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും ബാലൻസ് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സഹസ്ര സരോവർ പദ്ധതി തുക കൂടാതെ 2008 മുതൽ ക്ഷേത്രോപദേശക സമിതി ക്ഷേത്രക്കുള നവീകരണത്തിന്റെ പേരിൽ ഭക്തജനങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ചെടുത്തിരുന്നു. ക്രമക്കേട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2013 മുതൽ സീൽഡ് രസീത് നിർബന്ധമാക്കുകയും ചെയ്തു. കടയ്ക്കലിലെ സിപിഎം നേതാക്കളായ എസ് ബിജു പ്രസിഡന്റും JM മർഫി സെക്രട്ടറിയുമായ ഇപ്പോഴത്തെ ഉപദേശക സമിതിയുടെ കാലാവധി 2 മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിട്ടും ഇതുവരെയും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതേസമയം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും പ്രതിഷേധിച്ച ഭക്തജനങ്ങളെയും സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി. എസ് ശ്രീകാന്ത്, ജനം, കൊല്ലം.